സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. രാവിലെ ഡോക്ടർ അമേലിയ തൻ്റെ വളർത്തുപൂച്ചയെ മടിയിൽ വെച്ച് ലാളിച്ചുകൊണ്ട് ഇളവയിലേറ്റ പോർട്ടിക്കോയിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവരുടെ വീട്ടിലേക്കുള്ള ഗേറ്റിൻ്റെ പ്രത്യേകത ആ വലിയ ഇരുമ്പ് ഗേറ്റിൽ നിരയൊപ്പിച്ച് ഘടിപ്പിച്ച ചെറിയ പൂച്ചട്ടികളിൽ നിരവധി ആന്തൂറിയങ്ങൾ ഇലകളായും പൂക്കളായും നിറഞ്ഞു നിന്നിരുന്നു. വീട്ടുവളപ്പിനുള്ളിൽ നിന്നുള്ള കാഴ്ചയിൽ അതൊരു ഗേറ്റാണെന്ന് പോലും തോന്നുമായിരുന്നില്ല. ഒരു സൈക്കിളിന് നടന്നു പോകാവുന്നത്രയും അതിൻ്റെ ഒരു പാളി തുറന്നു വെച്ചിരുന്നു. ആ വിടവിലൂടെ 2 യുവാക്കളും ഒരു യുവതിയും കടന്നു വരുന്നത് കണ്ട് അമേലിയ പൂച്ചയോട് നമുക്കിന്ന് രാവിലെ അതിഥികളുണ്ടെന്ന് ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞു. പൂച്ച ഉടൻ തന്നെ ഗേറ്റിലേക്ക് നോട്ടമയച്ചു. ഇറയത്ത് തൂക്കിയിട്ടിരുന്ന ആന്തൂറിയം പ്ലാന്റുകളുടെ മറ കാരണം സന്ദീപിനും കിഷോറിനും സോഫിയയ്ക്കും ഡോക്ടർ അമേലിയ ഇരിക്കുന്നത് കാണാമായിരുന്നില്ല. അവർ വന്ന് വരാന്തയുടെ മുൻഭാഗത്ത് തൂക്കിയിരുന്ന മണിയുടെ നാക്കിലെ ചരടിൽ പിടിച്ച് 3 തവണ മണിയടിച്ചു. ഡോക്ടർ അമേലിയയുടെ മടിയിലിരുന്ന വളർത്തുപൂച്ച കരഞ്ഞു. യജമാനത്തി ഇവിടെയാണ് ഇരിക്കുന്നത് എന്നറിയിക്കുകയായിരുന്നു പൂച്ച. ശബ്ദം കേട്ടിടത്തേക്ക് 3 പേരും നോട്ടം തിരിച്ചു. അവർ അമേലിയ ഇരിക്കുന്നത് കണ്ടു. പോർട്ടിക്കോയുടെ നേർക്ക് 3 പേരും നടന്നു ചെന്നു. ചുവന്ന ഇഷ്ടിക പാകിയ നടപ്പാതയുണ്ടായിരുന്നു മുറ്റത്ത്. സന്ദീപ് ഭവ്യതയോടെ മുറ്റത്ത് നിന്ന് ഡോക്ടർ അമേലിയെ വണങ്ങി. ബോൺജ്യൂർ മദാം, കൊമേ തലാവോ, ഗുഡ് മോർണിംഗ് മാഡം, ഹൗ ആർ യു? സന്ദീപ് കാണാപ്പാടം ഉരുവിട്ട് ചോദിച്ചു. ഡോക്ടർ അമേലിയയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കമുണ്ടായി. പൂച്ച മ്യാവ് എന്ന് കരഞ്ഞു. മെം പോർട്ട് ബിയാൻ. ഡോക്ടർ അമേലിയ വാർദ്ധക്യം ബാധിച്ച മാലാഖയുടെ പുഞ്ചിരിയോടെ മൊഴിഞ്ഞു. സുയോ ലാ ബിയാവെന്യൂ. അമേലിയ എഴുന്നേറ്റ് അവർക്ക് സ്വാഗതം ആശംസിച്ചു. പൂച്ച അവരുടെ കൈകളിൽ നിന്ന് ഊർന്നിറങ്ങി ആഗതരെ നോക്കിക്കൊണ്ട് നിന്നു. സന്ദീപും കിഷോറും സോഫിയയും പോർട്ടിക്കോ വരാന്തയിലേക്ക് കയറി. ഫ്രഞ്ച് മാതൃകയിൽ പണി കഴിപ്പിച്ച വില്ലയായിരുന്നു അത്. ഉയരമേറിയ വാതിലുകൾ, ഉയരം കൂടിയ ജനലുകൾ, പല നിറങ്ങളിലുള്ള ഡിസൈൻ ചെയ്ത ജനാലച്ചില്ലുകൾ. കീ ഏറ്റ് വൂ, നിങ്ങൾ ആരാണ്? അമേലിയ ചോദിച്ചു. ന്യൂ സൂം വെന്യൂ ഡു കേരള. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണ് എന്ന് സന്ദീപ് പരിചയപ്പെടുത്തി. റീതാമ്മ പറഞ്ഞ ആളുകൾ നിങ്ങളാണോ എന്നായി അമേലിയയുടെ അടുത്ത ചോദ്യം. അത് കേട്ടതും സന്ദീപിന് സന്തോഷമായി. റീതാമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കാര്യം എളുപ്പത്തിൽ കഴിയുമല്ലോ എന്ന ആശ്വാസമായിരുന്നു സന്ദീപിന്. സോഫിയ അമേലിയയ്ക്ക് ഒരു പൂച്ചെണ്ട് സമ്മാനിച്ചു. നന്ദി പറഞ്ഞ് അവർ 3 പേരെ ലിവിംഗ് റൂമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി അവിടെ ഇരുത്തി. സന്ദീപ് ഇംഗ്ലീഷിൽ തൻ്റെ ആഗമനോദ്ദേശം അവരുടെ മുന്നിൽ വെളിപ്പെടുത്തി. ചില കാര്യങ്ങൾ റീതാമ്മ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ അമേലിയ സമ്മതിച്ചു. 1996 ഡിസംബർ 3-ാം തീയതി ക്ലൂണി ഹോസ്പിറ്റലിൽ ജനിച്ച പെൺശിശു പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടുവെന്നും അവളെ കണ്ടെടുത്ത കൂട്ടർ വളർത്തി വലുതാക്കിയെന്നും താൻ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും അതിനു മുമ്പ് അവളുടെ മാതാപിതാക്കൾ ആരെന്ന് അറിയേണ്ടതുണ്ടെന്നും എങ്കിൽ മാത്രമേ തങ്ങളുടെ പ്രണയം സഫലമാകൂ എന്നും സന്ദീപ് അമേലിയെ ധരിപ്പിച്ചു. ഇളം നീല കണ്ണുകൾ കൊണ്ട് സന്ദീപിനെ നോക്കി ഡോക്ടർ അമേലിയ തലയാട്ടിക്കൊണ്ടിരുന്നു. സന്ദീപ് പറഞ്ഞു കഴിഞ്ഞ ശേഷവും അവർ ഏതാനും തവണ തലയാട്ടി. അതിനുശേഷം അമേലിയ അവരോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് അകത്തെ ഏതോ മുറിയിലേക്ക് പോയി. അവിടെ ലിവിംഗ് റൂമിലും ധാരാളം പൂച്ചട്ടികളും പൂച്ചെടികളും ഉണ്ടായിരുന്നു. ഡോക്ടർ അമേലിയ ലാപ്ടോപ്പുമായി തിരിച്ചെത്തി. അത് മടിയിൽ വെച്ച് ഓൺ ചെയ്ത് അവർ അതിനുള്ളിൽ ഏതോ ഫയൽ തിരഞ്ഞു. സന്ദീപ് അക്ഷമയോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. സോഫിയുടെ കണ്ണ് അമേലിയയുടെ കാൽച്ചുവട്ടിലെ പൂച്ചയിലും കിഷോറിൻ്റെ അർദ്ധഗർഭമായ ചില നോട്ടങ്ങളിലും പതറി പതിഞ്ഞുകൊണ്ടിരുന്നു. ഹെർ റിയൽ നെയിം വാസ് മാലവിക. ഷീ കെയിം ഫ്രം മാനിമല. ഡോക്ടർ അമേലിയ സന്ദീപിനോട് പറഞ്ഞു. ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഈ പേരുകളില്ലെന്നും അവർ വെളിപ്പെടുത്തി. ഇത് അന്ന് കുഞ്ഞിനെ പ്രസവിച്ച യുവതി വളരെയധികം ഭയപ്പെട്ട് നൽകിയ രഹസ്യ വിവരമാണ്. ഡോക്ടർ അമേലിയ തൻ്റെ സ്വകാര്യ ലാപ്ടോപ്പിൽ അതും കൂടി ചേർത്തുവെന്ന് മാത്രം. ഏതോ ഒരു മാളവികയെക്കുറിച്ചാണ് ഡോക്ടർ അമേലിയെ സൂചിപ്പിച്ചതെന്ന് സന്ദീപ് ഊഹിച്ചെടുത്തു. ആ പേരിലായിരുന്നില്ല ഹോസ്പിറ്റലിൽ മാളവികയെ അഡ്മിറ്റ് ചെയ്തിരുന്നതെന്നും സിന്ധുജ എന്ന പേരിലായിരുന്നുവെന്നും ഡോക്ടർ അമേലിയ വെളിപ്പെടുത്തി. പ്രത്യക്ഷത്തിൽ എല്ലാം സുതാര്യമായിരുന്നു. ആരെയെങ്കിലും സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ അതോറിറ്റിക്കും ഡോക്ടർമാർക്കും പരിചിതനായിരുന്നു ഭാസ്കര മേനോൻ. വിദേശയാത്രകൾ, വിദേശ ഫണ്ട്, വിദേശത്ത് നിന്ന് എത്തിക്കുന്ന ആശുപത്രി ഉപകരണങ്ങൾ,
മരുന്നുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ ഭാസ്കര മേനോനുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതി ഒരു നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അവളുടെ പേര് സിന്ധുജ എന്നാണ് അഡ്മിഷൻ കാർഡിൽ രേഖപ്പെടുത്തിയത്. അവളുടെ ബെഡിനരികെ എപ്പോഴും ആരെങ്കിലും ബന്ധുക്കളുണ്ടായിരുന്നു. ലേബർ റൂമിൽ വെച്ചാണ് അവൾ തൻ്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയത്. അതിനൊരു കാരണവും ഉണ്ടായി. പ്രസവത്തിനു വേണ്ടി ലേബർ റൂമിൽ കൊണ്ടുവന്നപ്പോൾ അവൾ വിചിത്രമായ ഒരു അപേക്ഷ ഡോക്ടറുടെ മുന്നിൽ അവതരിപ്പിച്ചു. പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു പോയതായി ബന്ധുക്കളോട് പറയണം. ആ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിച്ചു വളർത്തണം. പിൽക്കാലത്ത് അവൾ വന്ന് അതിനെ ഏറ്റെടുത്തുകൊള്ളാം. അന്ന് ആ കുഞ്ഞിനു വേണ്ടി അതുവരെ ചെലവായ തുക എത്രയാണെങ്കിലും അവൾ തിരിച്ചു തരും. പ്രസവത്തോടെ താൻ മരിച്ചു പോയാൽ എന്തെങ്കിലും വിഷമരുന്ന് നൽകി ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. താൻ മരിച്ചിട്ട് ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ ഇടവരരുത്. അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഡോക്ടർ അമേലിയയ്ക്ക് അന്ന് തോന്നിയത്. അവളുടെ ബന്ധുക്കൾ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മാനസിക രോഗ ലക്ഷണങ്ങളുള്ളവർ ഈ മട്ടിൽ അസാധാരണമായി പെരുമാറാറുണ്ട്. പ്രസവശേഷം എന്ത് സംഭവിച്ചുവെന്ന് സന്ദീപ് ഡോക്ടർ അമേലിയയോട് തിരക്കി. ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സാധാരണ പ്രസവമായിരുന്നുവെന്ന് ഡോക്ടർ അമേലിയ പറഞ്ഞു. കുഞ്ഞ് മരിച്ചുപോയെന്ന് ബന്ധുക്കളോട് പറയാനോ അതിനെ അഗതി മന്ദിരത്തിൽ കൊടുക്കാനോ ആലോചിച്ചു പോലുമില്ല. ഹോസ്പിറ്റലിൻ്റെ എത്തിക്സിന് ചേരുന്നതല്ല അതൊന്നും. അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ വളരെയധികം സന്തോഷിച്ചു. അവളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നും ഇനി അവൾ കുഞ്ഞിനോടൊപ്പം സന്തോഷമായി ജീവിച്ചു കൊള്ളുമെന്നുമാണ് ഡോക്ടർ അമേലിയയ്ക്ക് തോന്നിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുമ്പോഴും അവൾ സന്തോഷവതിയായിരുന്നു. പിന്നീട് അവളെപ്പറ്റി ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. കേരളത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് താൻ മനസ്സിലാക്കിയതെന്ന് ഡോക്ടർ അമേലിയ വിശദീകരിച്ചു. അവൾ ഭയപ്പെട്ടിരുന്നത് എന്താണോ അത് സംഭവിച്ചുവെന്ന് സന്ദീപ് അമേലിയയോട് പറഞ്ഞു. ആ കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ഭാഗ്യവശാൽ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവളോട് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ കൊല്ലപ്പെട്ടിരിക്കാം. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവർക്ക് എന്തും ചെയ്യാൻ കഴിയും. കുഞ്ഞിനെ ഉപേക്ഷിക്കൽ തന്നെ അതിനെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു. ഒരുപക്ഷേ അതിനെ കൊല്ലാൻ തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കൊല്ലാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചോ അവർക്കതിന് മനസ്സ് വരാതെ ഉപേക്ഷിച്ചതായിരിക്കാം. മാളവിക എന്ന യുവതിയിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ എന്ന് ഡോക്ടർ അമേലിയയോട് തിരക്കി. അവൾ കൂടുതലായി എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നതായി തോന്നിയിരുന്നുവെന്ന് അമേലിയ പറഞ്ഞു. പക്ഷേ ഭാഷ വലിയ തടസ്സമായിരുന്നു. അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷേ തനിക്കൊന്നും മനസ്സിലായില്ല. മാളവിക ധനിക കുടുംബത്തിലെ അംഗമായിരുന്നോ അതോ ദരിദ്രയായിരുന്നോ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ അത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ മറുചോദ്യം ഉന്നയിച്ചു. പാവപ്പെട്ടവരെയും പണക്കാരെയും ഇന്ത്യയിൽ തിരിച്ചറിയാൻ പൊതുവായ ചില മാർഗങ്ങളുണ്ട്. ശരീരപ്രകൃതി, പലപ്പോഴും നിറം, വസ്ത്രധാരണം, ആഭരണങ്ങൾ എന്നിവയാണ്. മാളവികയുടെ കഴുത്തിലോ കയ്യിലോ സ്വർണമൊന്നും ഉണ്ടായിരുന്നില്ല. ധരിച്ചിരുന്ന വസ്ത്രം അത്ര വിലപിടിച്ചതായി തോന്നിയില്ല. പക്ഷേ അവൾ ദരിദ്രയാണെന്ന പ്രകൃതം കൊണ്ട് തോന്നുമായിരുന്നില്ല. ഡോക്ടർ അമേലിയയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാനില്ലെന്ന് സന്ദീപിന് മനസ്സിലായി. ആ വന്യ വയോധികയോട് യാത്ര പറഞ്ഞ് പോകാനിറങ്ങുമ്പോൾ ഫ്രഞ്ച് ഭാഷയിൽ തന്നെ നന്ദി പറഞ്ഞ് സന്ദീപ് അവരെ സന്തോഷിപ്പിച്ചു. മേഴ്സി ബുക്കു, മീൽ മേഴ്സി. ഒരു സൈക്കിളിന് കടന്നു വരാൻ മാത്രം പാകത്തിൽ തുറന്നു വെച്ച ഗേറ്റിനപ്പുറം കടന്നിട്ട് സന്ദീപും കൂട്ടരും തിരിഞ്ഞു നോക്കി. അസംഖ്യം പൂച്ചെടികൾക്കും വിവിധ നിറങ്ങളിലുള്ള ആന്തൂറിയങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് അമേലിയ അവരുടെ നേർക്ക് കൈ വീശുന്നുണ്ടായിരുന്നു. പ്രഭാത സവാരി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതേയുള്ളൂ ജയദേവൻ നമ്പ്യാർ. ചായയ്ക്കൊപ്പം രാജശ്രീ മൊബൈൽ ഫോണും കൊണ്ടുവന്ന് കൊടുത്തു. പോണ്ടിച്ചേരിയിൽ നിന്ന് ഭാസിയമ്മാമ്മയുടെ മിസ് കോൾ ഉണ്ടായിരുന്നു. നീ കോൾ അറ്റൻഡ് ചെയ്തില്ലേ? ഇല്ല. സന്തുവിനെ പറ്റി അവരെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവരെന്ത് ചോദിക്കാനാ? ഭാസിയമ്മാമ്മയുടെ വീടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് സന്ധ്യ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്തു മിസ്റ്ററി? ആർക്കറിയാം. അവൻ എന്തിനാണ് പോണ്ടിച്ചേരിയിലേക്ക് പോയതെന്ന് ഭാസിയമ്മാമ്മ അറിയരുതെന്ന് പറഞ്ഞു. അതവൻ പോകുന്നതിന് മുമ്പേ ഞാൻ അവനോട് പറഞ്ഞ കാര്യമല്ലേ? നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ജയേട്ടാ കാര്യങ്ങൾ. അല്ലിമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഭാസിയമ്മമ്മയുടെ ഫാമിലിക്ക് എന്തോ കണക്ഷനുണ്ട്. എന്ത് ബന്ധം? അവൻ എന്താ പ്രാന്താണോ? ഭാസിയമ്മാമ്മയുടെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി അല്ലേ? എൻ്റെ അമ്മയുടെ സഹോദരനല്ലേ ഭാസിയമ്മാമ്മ? അതുകൊണ്ട് ആ ഫാമിലിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണമെന്നുണ്ടോ? അവിടെങ്ങും ഒന്നും സംഭവിച്ചിട്ടില്ല.
ഞാൻ അറിയാതെ നീ സന്തുവിനെ ഇന്ന് വിളിച്ചേ. അവൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ് ഇന്നലെ മുതൽ. അതെന്താ അങ്ങനെ? ഏതോ ബൂത്തിൽ നിന്ന് വിളിച്ചിട്ട് അവൻ പറഞ്ഞായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടെന്നും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുവാണെന്നും. ജയദേവൻ നമ്പ്യാർ നെറ്റിച്ചുളിച്ച് ഭാര്യയെ നോക്കി. അല്ലിമയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവർ കണ്ടുപിടിച്ചു. അത് 96 ഡിസംബർ 3 പോണ്ടിച്ചേരി ക്ലൂണി ഹോസ്പിറ്റലിലായിരുന്നു അവളുടെ ജനനം. ജേഡന് വേണമെങ്കിൽ ഇനി ഏതെങ്കിലും ജ്യോത്സ്യരെ കണ്ട് അവളുടെ ജാതകം എഴുതിക്കാം. അവൻ പറയുന്നത് സത്യമാണെന്നതിന് എന്താ തെളിവ്? തെളിവ് അവൻ കൊണ്ടുവരും, ഉറപ്പ്. ഇത്രയൊക്കെ കണ്ടുപിടിക്കാമെങ്കിൽ ഇനി ബാക്കി കൂടി അറിയാനാണോ അവന് പ്രയാസം? ഞാൻ ഭാസ്യ അമ്മാമയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ജയദേവൻ നമ്പ്യാർ ചായ കുടിച്ച ശേഷം ഭാസ്കരമേനോൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. 3 തവണ റിങ് ചെയ്തപ്പോഴേക്കും മറുവശത്ത് കോൾ എടുത്തു. ഹലോ, എടോ നമ്പ്യാരേ. ഭാസ്യമ്മാമേ, ഞാൻ തന്നെയാ. തോന്നി. താൻ മോർണിംഗ് വാക്കിന് പോയിരുന്നു അല്ലേ? പോയിട്ട് വന്നതേയുള്ളൂ. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വിളിച്ചതാ. തൻ്റെ മകൻ അവിടെ തിരിച്ചെത്തിയോ? ഇല്ലല്ലോ. എന്താ ഭാസ്യമ്മാമേ? ഇന്നലെ രാത്രി ഡിന്നറിന് ഇവിടെ ഉണ്ടാകുമെന്ന് അവൻ ബാലുവിനോട് വാക്ക് പറഞ്ഞതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി കാണും. വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫ്. ഇവിടെ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അയാൾ ഏതോ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തിരഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നോ? ക്ലൂണി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചെന്നും ഇവിടുത്തെ വീണയുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി കമ്പയർ ചെയ്തെന്നുമൊക്കെ. ആ ഭാസ്യമ്മാമേ, അതെന്തായി? ആക്ച്വലി എന്താണ് അവൻ്റെ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് മാത്രമാണോ? അവൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും എനിക്ക് അറിഞ്ഞുകൂടാ ഭാസ്യമ്മാമേ. ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തൻ്റെ മകൻ്റെ അന്വേഷണം. പത്രത്തിന് വേണ്ടിയാണെങ്കിലും അത്രയും വലിയ റിസ്ക് എടുക്കണോ? ഇതിലെന്താണ് ഭാസ്യമ്മാമേ റിസ്ക്? സന്ദീപ് അന്വേഷിക്കുന്ന ന്യൂ ബോൺ ബേബി 22 വർഷം മുമ്പേ മിസ്സിംഗ് ആണ്. ഇതൊക്കെ ഇപ്പോൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം വല്ലതുമുണ്ടോ? അതവൻ്റെ തൊഴിലല്ലേ ഭാസ്യമ്മാമേ. ജയദേവ് തൻ്റെ മകനോട് പറ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്ന്. അത് അവസാനിപ്പിച്ചേക്കാൻ പറ. എന്താ ഭാസ്യമ്മാമേ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ആ കുഞ്ഞ് മിസ്സായതിനു പിറകിൽ എനിക്ക് വളരെ അടുപ്പമുള്ള ചിലരുടെ കൈകളുണ്ട്. അതിൻ്റെ പുറകെ പോകുന്നത് ഡേഞ്ചറസ് ആണ്. അത് ഭാസ്യമ്മാമ തന്നെ അവനെ വിളിച്ച് പറഞ്ഞാൽ പോരെ? ഞാൻ പറയാൻ വേണ്ടി അവനെ വിളിപ്പിച്ചതല്ലേ. ഇന്നലെ ബാലുവിനോട് വരാമെന്നും അവൻ സമ്മതിച്ചതാ. എന്നിട്ട് മുങ്ങിക്കളഞ്ഞു. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത് മനഃപൂർവ്വമാ. അതുമാത്രമല്ല ജയദേവ്, ക്ലൂണി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സോഫിയ എന്ന നേഴ്സിനെ ഇന്നലെ മുതൽ കാണാനില്ല. ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അവൾ തൻ്റെ മകൻ്റെയും മറ്റേ പയ്യൻ്റെ ഒപ്പം മുങ്ങി. അവളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അതിൻ്റെ അർത്ഥം അവളും തൻ്റെ മകനോടൊപ്പം ഉണ്ടെന്നാണ്. അവൻ വിളിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കാം. ഭാസ്യമ്മയ്ക്ക് ഇതിലെന്താ ടെൻഷൻ? എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് തൻ്റെ മകൻ പിടിച്ചിരിക്കുന്ന തുമ്പിൻ്റെ മറ്റേ അറ്റത്ത്. അതാണ് പ്രശ്നം. സന്ദീപ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ മറ്റേ അറ്റത്തുള്ളവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? സന്ദീപിനോട് താൻ പറയണം ഇപ്പോൾ എന്ത് ഇൻവെസ്റ്റിഗേഷനാണോ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണമെന്ന്. ഭാസ്യമ്മാമയ്ക്ക് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടോ? എനിക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ എനിക്ക് താല്പര്യമുള്ള കേസാണ്. 22 വർഷം മുമ്പ് ഞാൻ ഇടപെട്ട കേസാണിത്. ശരി, ഞാൻ അവനോട് പറയാം. എന്തായാലും അവൻ ഭാസ്യമ്മാമയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചെയ്യരുത്, അതാണ് ശരി. ഓക്കെ, വേറെ എന്തെങ്കിലും? ഒന്നുമില്ലടോ, ഇതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ദെൻ ബൈ. മറുവശത്താണ് ആദ്യം കോൾ കട്ടായത്. ജയദേവൻ നമ്പ്യാർ ഫോൺ താഴ്ത്തി ആലോചനയിലാണ്ടു. അവൻ ചെന്ന് കുഴപ്പമുണ്ടാക്കിയെന്നാണോ പരാതി? രാജശ്രീ ചോദിച്ചു. ഭാസ്യമ്മാമ കൂടി ഉൾപ്പെട്ട കേസിലാണ് അവൻ ചെന്ന് പെട്ടിരിക്കുന്നത്, ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. അല്ലിമോടെ കാര്യത്തിൽ അവനെ പിന്തിരിപ്പിക്കാനൊന്നും നോക്കണ്ട. ഭാസ്യമ്മാമയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിഷോറിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. കാരണം മനസ്സിലായില്ലേ? ഫോണിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ആരും ചെല്ലരുത്. ഇതിപ്പം വലിയ കുരുക്കായല്ലോ. അവൻ വിളിക്കുമ്പോൾ പറ തിരിച്ചു വരാൻ. പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞെങ്കിലും രാജശ്രീക്കോ ജയദേവനോ അക്കാര്യത്തിൽ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ടാക്സി വരാൻ കാത്തിരിക്കുകയാണ് സന്ദീപും കിഷോറും സോഫിയയും. സോഫിയ ഇടയ്ക്കിടെ വിഷാദത്തിലേക്കും ആകാംക്ഷയിലേക്കും വീണുപോകും. കിഷോർ മയക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തുന്നത് പോലെ അവൾക്ക് ധൈര്യം കൊടുക്കും.
തൻ്റെ ജോലിയുടെ കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഓ, എവിടെ കിട്ടാനാ, ശമ്പളം കുറവായിരിക്കും. സോഫിയ പരിതപിച്ചു. എറണാകുളത്ത് ഞാൻ സംഘടിപ്പിച്ചു തരും. എറണാകുളത്ത് വേണ്ട, കൂത്താട്ടുകുളത്ത് മതി, സോഫിയ പറഞ്ഞു. തൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ശരിയാക്കി തരാൻ മതിയോ? കിഷോർ ചോദിച്ചു. 500 മൈൽ അകലെ പോണ്ടിച്ചേരിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവൾക്ക് 50 മൈലിൻ്റെ ദൂരത്തിൽ ജോലി റെഡിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരം. കൂത്താട്ടുകുളത്ത് മതിയത്രേ. കൂത്താട്ടുകുളത്ത് നല്ല ഹോസ്പിറ്റലുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെ പറയാൻ തോന്നുന്നു? സ്നേഹമുള്ള പെൺകുട്ടികളാണെങ്കിൽ പറയും എറണാകുളത്ത് തന്നെ മതിയെന്ന്. ഇഷ്ടപ്പെടുന്നയാളെ കാണാനും മിണ്ടാനും സൗകര്യമുണ്ടല്ലോ. ഇവിടെ ഒരാൾക്ക് അതൊന്നും വേണ്ട. ജോലി കിട്ടണം, തിന്നണം, ഉറങ്ങണം. കിഷോറിൻ്റെ പരിഭവം കേട്ട് സോഫിയയ്ക്ക് ചിരി വന്നുപോയി. അവൾ അലിവോടെ അവനെ നോക്കി. കൂത്താട്ടുകുളത്ത് തന്നെ കിട്ടുമോയെന്ന് നോക്കാം. കിഷോർ പിറുപിറുത്തു. വീട്ടിൽ ചെന്ന് എന്തു പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ അവരെന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരിക്കും. വീട്ടിലേക്ക് ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, ഞങ്ങളല്ലേ കൂടെ. നിങ്ങളുടെ കൂടെ ചാടിപ്പോകുന്നതാണെന്ന് അറിയുമ്പം പിന്നെ അവർക്ക് ടെൻഷനാകും. ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞേക്കാം. എന്താ? സോഫിയ ഒന്നും മിണ്ടാതെ താടിക്ക് കൈയൊന്നിരുന്നു. സന്തുവേട്ടാ, നമ്മൾ ഇവളെ കൂത്താട്ടുകുളത്ത് വിട്ടിട്ട് നേരെ വീട്ടിലേക്കല്ലേ? കിഷോർ ചോദിച്ചു. അല്ലല്ല, നേരെ മണിമലയ്ക്ക്. അവിടെയാണ് ക്ലൂ കിടക്കുന്നത്. മണിമല ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഒരു മാളവിക ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കും. ജീവിച്ചിരിപ്പില്ലെങ്കിലോ? എങ്ങനെ മരിച്ചു, എന്ന് മരിച്ചു എന്ന് കണ്ടുപിടിക്കണം. മണിമലയിൽ മാളവികമാർ ഒരുപാടുണ്ടാകും, സോഫിയ പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവരും കാണും, മരിച്ചുപോയവരും ഉണ്ടാകും. എങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കും? 22 വർഷം മുമ്പ് വില്ല ഫ്രാങ്കോയിസിൻ്റെ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചോരക്കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോണ്ടിച്ചേരിയിൽ വന്ന് കണ്ടുപിടിച്ചില്ലേ? ഊരും പേരും ഒന്നുമില്ലാതിരുന്നിട്ടും. അതുപോലെ ഇതും കണ്ടുപിടിക്കും, ആത്മവിശ്വാസത്തോടെ സന്ധ്യ പറഞ്ഞു. ഞാനുണ്ടായിട്ടല്ലേ അതൊക്കെ സാധിച്ചത്? ഇല്ലായിരുന്നെങ്കിലോ? സോഫിയ ചോദിച്ചു. എൻ്റെ സോഫി, നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചിരുന്നത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ, കിഷോർ പറഞ്ഞു. ഞങ്ങളെ സഹായിച്ച ഉടനെ നിന്റെ പണി പോയത് കണ്ടില്ലേ? അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ഡ്യൂട്ടി. വേണ്ട കിച്ചുവേട്ടാ, എന്നെ ഈ പരുവത്തിലാക്കിയിട്ട് ഇനി തള്ളും കൂടി വേണ്ട, ചളിയായി പോകും. സോഫി, സന്ധ്യ സൗമ്യമായി വിളിച്ചു. നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആളുകൾ ഇങ്ങോട്ട് തിരക്കി വരും. മണിമലയിൽ ചെല്ലുമ്പോഴറിയാം വിവരം, സോഫിയ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീയും കൂടെ ഞങ്ങളുടെ ടീമിൽ ചേർന്നു. ഏതായാലും ഇത്രയുമായി. ജോലി പോയി, മാനം പോയി, ദുഷ്പേരായി. മുക്കോളം മുങ്ങിയാൽ പിന്നെ ഇനി എന്നാ നോക്കാനാ? കിഷോർ പറഞ്ഞു. സോഫിയ അവനെ മൂർച്ചയോടെ നോക്കി. കിഷോർ കൈപ്പടം കൊണ്ട് തൻ്റെ മുഖം മറച്ചു. ചിലപ്പോഴത്തെ നോട്ടം വാൾമുന കൊണ്ട് കുത്തുന്ന പോലെയാ. കിഷോർ ആവലാതിപ്പെട്ടു. സോഫിയ നോട്ടം പിൻവലിച്ചു. അല്പനേരം 3 പേരും മൗനമായിരുന്നു. ഒടുവിൽ സോഫിയ സന്ദീപിനോട് ചോദിച്ചു. ശരിക്കും മാളവികയ്ക്ക് എന്ത് സംഭവിച്ചെന്നാണ് സന്ദീപേട്ടൻ്റെ കണക്കുകൂട്ടൽ? ഒരു ഊഹം പറയാമോ? സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ശരിക്കൊരു രൂപരേഖയില്ല, സന്ദീപ് പറഞ്ഞു. മാളവിക ഒന്നുകിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ സുന്ദരി പെണ്ണായിരുന്നിരിക്കണം. ഏതോ പണച്ചാക്കിൻ്റെ മകൻ അവളെ പ്രേമിച്ച് കൂട്ടിക്കൊണ്ടുപോയി കുറേ കാലം കൂടെ താമസിപ്പിച്ചു. അവൾ ഗർഭിണിയായി. പ്രസവം അടുത്തപ്പോൾ പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്ന് നാട്ടുകാരും വീട്ടുകാരും അറിയാതെ പ്രസവം നടത്തി. കുഞ്ഞിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവളെ എവിടെയോ കൊണ്ടുപോയി പെൺവാണിഭക്കാർക്ക് വിറ്റു, അല്ലെങ്കിൽ കൊന്നു മറവ് ചെയ്തു. ഏയ്, അങ്ങനൊന്നുമല്ല, കിഷോർ പറഞ്ഞു. ഏതോ പണക്കാരി സുന്ദരി പാവപ്പെട്ട ചെറുപ്പക്കാരനെ പ്രേമിച്ചു. വീട്ടുകാർ അവനെയും അവളെയും പഞ്ഞി കിട്ടു. നിവർത്തിയില്ലെന്ന് കണ്ടപ്പോൾ 2 പേരും കൂടെ ഒളിച്ചോടി. വീട്ടുകാർ പോയി പെണ്ണിനെ തൂക്കിയെടുത്തോണ്ട് പോന്നു. അപ്പോഴേക്കും പെണ്ണ് ഗർഭിണിയായിരുന്നു. പോണ്ടിച്ചേരി കൊണ്ടുവന്ന് രഹസ്യമായി പ്രസവം നടത്തി. കുഞ്ഞിനെ ഉപേക്ഷിച്ചു. മാളവികയെ കൊല്ലാൻ സാധ്യതയില്ല. സ്വന്തം ആങ്ങളമാരും സ്വന്തം അച്ഛനുമല്ലേ. പക്ഷേ ഒരു മാർട്ടർ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ, സന്ദീപ് തറപ്പിച്ചു പറഞ്ഞു. അതല്ലെങ്കിൽ ഭാസിയമ്മാമ്മയുടെ ഫാമിലി ഇക്കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആരും അറിയാതെ അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്ത ഒരു കൊലപാതകം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. കിഷോർ നഖം കടിച്ച് ആലോചനയിൽ മുഴുകി. കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ട് സന്ദീപ് എഴുന്നേറ്റ് ഹോം സ്റ്റേയുടെ വരാന്തയിൽ ഇറങ്ങി നോക്കി. ടാക്സി എത്തിയിരിക്കുന്നു. സമയം കളയാതെ 3 പേരും ലഗേജ് പെറുക്കി ഡിക്കിയിൽ വെച്ചു. ടാക്സിയിൽ കയറി. ചെന്നൈ വരെ ടാക്സിയിലാണ് യാത്ര. ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് 3 ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൺലൈൻ മുഖേന ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പകൽ അസ്തമിക്കുന്നതിന് മുമ്പ് സോഫിയെ കൂത്താട്ടുകുളത്തെ വീട്ടിലെത്തിക്കണം. അങ്ങനെ വാക്കു പറഞ്ഞിട്ടുണ്ട്. കാർ പുതുച്ചേരി ചെന്നൈ ഹൈവേയിലേക്ക് കടന്നു.
നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ചാണ് സന്ദീപ് കിഷോറും സോഫിയയും കൂടി കൂത്താട്ടുകുളത്തേക്ക് പോയത്. യാത്രയിലുടനീളം സോഫിയ അസ്വസ്ഥയായിരുന്നു. എന്തിനാ ഇത്ര ടെൻഷൻ? ഞങ്ങളില്ലേ കൂടെ? കിഷോർ ചോദിച്ചു. അതാ എൻ്റെ ടെൻഷൻ, സോഫിയ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ സോഫിയുടെ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് വെക്കാം. എന്നെ റോഡിൽ ഇറക്കി വിട്ടിട്ട് പോകാനോ? ഞങ്ങൾ റോഡിൽ ഇറങ്ങിക്കോളാം. എന്നാലോ ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് പറയും? പോണ്ടിച്ചേരിയിലെ ജോലി വലിയ കഷ്ടപ്പാടാണ്. അത് കാരണം ആരോടും പറയാതെ ഇട്ടിട്ട് പോകുന്നതാണെന്ന്. കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ജോലിക്ക്. ഈ ആഴ്ച പെട്ടെന്ന് കഷ്ടപ്പാടായി. ഇതൊക്കെ ആര് വിശ്വസിക്കും? എന്നാൽ നമുക്ക് വേറെന്തെങ്കിലും ഐഡിയ ആലോചിക്കാം. കിഷോർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കള്ളത്തരം പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയും വേണ്ട. എനിക്ക് പറ്റുന്ന പണിയല്ല അത്. കുറേ കള്ളത്തരം പറഞ്ഞ് തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട് അല്ലേ? കിഷോർ അവളെ കളിയാക്കി. സോഫിയ മൂർച്ചയോടെ അവനെ നോക്കി. മര്യാദയ്ക്ക് ജോലി ചെയ്ത് സമാധാനമായിട്ട് കഴിഞ്ഞ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് രസിക്കുകയാണോ? അങ്ങനെ പറയല്ലേ സോഫി. നിന്റെ ടെൻഷൻ എൻ്റെ ടെൻഷനാണ്. നിനക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ജോലി പോയതുപോലെയാ. കിഷോർ ശരിക്കും ഉള്ളിൽ തട്ടിയാണ് അത് പറഞ്ഞത്. സോഫിയയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. വീട്ടിൽ ചെല്ലുമ്പോൾ സത്യം എന്താന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതി. വേറൊന്നും വേണ്ട, സോഫിയ പറഞ്ഞു. സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവർ വിശ്വസിക്കുമോ? കിഷോർ ചോദിച്ചു. അറിയില്ല, എന്നാലും നമുക്കൊരു സമാധാനമുണ്ടല്ലോ. കള്ളം പറഞ്ഞില്ലല്ലോന്ന്. ആ, വീട്ടിലോട്ട് ചെല്ലട്ടെ, നോക്കാം. കൂത്താട്ടുകുളം ടൗൺ കഴിഞ്ഞ് മുന്നോട്ടുള്ള മാർഗനിർദ്ദേശം സോഫിയ നേരിട്ട് ഡ്രൈവർക്ക് നൽകിക്കൊണ്ടിരുന്നു. പുതുവേലി കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് അരീക്കര റോഡിലൂടെ ടാക്സി കുറച്ചു ദൂരം ഓടി. കൈത കൃഷി വ്യാപിച്ചു കിടക്കുന്ന പുരയിടങ്ങൾക്കിടയിൽ ഒരിടത്ത് റോഡരികിൽ സോഫിയയുടെ നിർദ്ദേശപ്രകാരം ടാക്സി നിന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി. ചെറിയ കുന്നിൻ ചെരിവ്, കാണാവുന്ന ദിക്കിലെല്ലാം കൈത കൃഷിയും ഇടയ്ക്കിടെ പച്ചത്തുരുത്ത് പോലെയുള്ള റബ്ബർ പുരയിടങ്ങളിലും. കുറച്ചകലെ മലമുകളിലെ പാറക്കെട്ടിന് മീതെ വള്ളിപ്പടർപ്പുകളിൽ അന്തിവേലിൻ്റെ മഞ്ഞ വെളിച്ചം. റോഡിൻ്റെ കട്ടിങ്ങിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഓടിട്ട വീട് സോഫിയെ ചൂണ്ടിക്കാണിച്ചു. മൺതിട്ട വെട്ടി പൊളിച്ചുണ്ടാക്കിയ ചെങ്കൽ പടികളിലൂടെ കടന്നു കയറണം വീട്ടുമുറ്റത്തേക്ക്. സോഫിയയുടെ ലഗേജ് ചുമക്കാൻ കിഷോറും കൂടി സഹായിച്ചു. ടാക്സി ഡ്രൈവർ ഒരു ബാഗ് എടുത്തു. അവർ വീട്ടുമുറ്റത്തേക്ക് കയറി ചെന്നു. മമ്മി, ദേ ചേച്ചി. വീടിൻ്റെ സിമൻറ്റ് തിണ്ണയിൽ നിന്ന് ഒരു ബാലിക വിളിച്ചു പറഞ്ഞു. അകത്തു നിന്ന് നൈറ്റിയിട്ട ഒരു സ്ത്രീ വേഗം തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. സോഫിയയോടൊപ്പം ഏതാനും പുരുഷന്മാരെ കൂടി കണ്ടതോടെ അവർ പിടിച്ചു നിർത്തിയ പോലെ നിന്നുപോയി. നിന്റെ ഫോണിന് എന്നാ പറ്റിയതാടി? ഇന്നലെ മുതൽ വിളിക്കുക. ആ സ്ത്രീയുടെ ഒച്ചയിടറി. ഇന്നലെ മുതൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ ബൂത്തിന്ന്, ഞാൻ ഇന്ന് വരും, കുറേ പ്രശ്നങ്ങളുണ്ടെന്ന്. സോഫിയ കയ്യിൽ തൂക്കി പിടിച്ചിരുന്ന ബാഗ് സിമൻറ്റ് തിണ്ണയിലേക്ക് വെച്ചു. നിമിഷങ്ങൾക്കകം വീട്ടിലെ അന്തേവാസികളെല്ലാം എവിടെ നിന്നൊക്കെയോ വന്ന് തിണ്ണയിൽ നിരന്നു. സോഫിയയുടെ അനുജത്തിയെന്ന് തോന്നിക്കുന്ന കൗമാരക്കാരി പെൺകുട്ടി, പിന്നെ ഒരു ബാലിക, മീശ മുളച്ചു തുടങ്ങിയ കൗമാരക്കാരൻ. സോഫിയയുടെ അമ്മയുടെ സന്ദീപ് കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങി. സോഫിയ ഞങ്ങളുടെ കൂടെ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. എന്നോടൊന്നും പറയണ്ട. അവളുടെ പപ്പ ഇപ്പോൾ വരും, അങ്ങേരോട് പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ സോഫിയയുടെ നേർക്ക് തിരിഞ്ഞു. നിന്റെ ഹോസ്റ്റലിൽ നിന്നും ആശുപത്രിയിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു പപ്പയുടെ ഫോണിലോട്ട്. അതും കൂടാണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് മെറ്റിൽഡ സിസ്റ്ററും വിളിച്ചു. പപ്പ ഇങ്ങോട്ട് വന്നോട്ടെ, നിനക്ക് വെച്ചിട്ടുണ്ട്. സോഫിയ ഒന്നും മിണ്ടാതെ ബാഗ് ഓരോന്നായി തൂക്കിയെടുത്തു കൊണ്ടുപോയി അകത്ത് വെച്ചു. കൈലി ഉടുത്ത് ഷർട്ടിടാതെ തോളത്ത് വെള്ളത്തോർത്തിട്ട ഒരാൾ ചെങ്കല്ല് പടികൾ കയറി മുറ്റത്തേക്ക് വരുന്നുണ്ടായിരുന്നു. സന്ദീപിനെയും മറ്റും കണ്ട് അയാൾ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ സോഫിയെ കൊണ്ടുവിടാൻ വന്നതാ. കൊണ്ടുവിട്ടല്ലോ, എന്നാ ഇനി പോയട്ടെ. ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? അറിയേണ്ട വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അയാൾ തോർത്തെടുത്ത് ഒന്ന് കുടഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അകത്ത് നിന്ന് എടി സോഫി എന്നൊരു മുരൾച്ച കേട്ടു. എവിടെയായിരുന്നടി നീ ഇന്നലെ ഇന്നും? ആരോട് ചോദിച്ചിട്ട് പോയി? പിന്നെ അടിയുടെ ശബ്ദമാണ് കേട്ടത്. കിഷോർ ഞെട്ടിപ്പോയി. ഓരോ അടിയും തൻ്റെ ദേഹത്താണ് പതിക്കുന്നതെന്ന് അവന് തോന്നി. കിഷോർ വേവലാതിയോടെ സന്ദീപിനെ നോക്കി. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? തടയണ്ടേ? നമ്മൾ ഇങ്ങനെ നിന്നാ മതിയോ എന്നെല്ലാം അവൻ്റെ ഭാവങ്ങളിൽ നിന്ന് വായിക്കാമായിരുന്നു. കണ്ടവന്മാരുടെ കൂടെ തോന്നിയസം നടക്കാനാണോടി നിന്നെ പോണ്ടിച്ചേരിക്ക് ജോലിക്ക് വിട്ടത്? പിന്നെ അടിക്കുന്ന ഒച്ച. പ്രതികരണം ഒന്നുമില്ല. കരച്ചിലോ അരുതെന്ന തടയലോ ഒന്നും. തിണ്ണയിൽ നിന്ന സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി. മതി അടിച്ചത്,
മതിയെന്ന്. പോത്തിനെ തല്ലുന്ന പോലെയാണോ തല്ലുന്നേ? മതി, നിർത്താൻ. സോഫിയയുടെ അമ്മ തടസ്സം പിടിക്കുകയാണെന്നതിൻ്റെ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ, എനിക്കിട്ട് തല്ല്, നിങ്ങളുടെ സൂക്കേട് തീരട്ടെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിൽ ധരിച്ചയാൾ ക്ഷുഭിതനായി തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. തോർത്തെടുത്ത് കുടഞ്ഞ് കഴുത്തിലെയും നെഞ്ചത്തെയും വിയർപ്പൊപ്പിയിട്ട് അയാൾ സന്ദീപിനെയും കിഷോറിനെയും തീക്ഷ്ണമായി നോക്കി. എന്നാ കാണാനാ നിൽക്കുന്നേ? പോകാൻ മേലേ? ചേട്ടൻ എന്തിനാ ആ പെങ്കൊച്ചിനെ തല്ലിയത്? മനുഷ്യൻ എന്തിനാ ബോധവും വിവരവും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണ്ടേ ശിക്ഷിക്കാൻ? സന്ദീപ് അമർഷം പൂണ്ടി ചോദിച്ചു. എനിക്കറിയേണ്ടിടത്തോളം കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ. എൻ്റെ മകളെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് നിങ്ങളാരും പഠിപ്പിക്കേണ്ട കേട്ടോ. അയാൾ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ ചെങ്കൽ പടികൾ ഇറങ്ങി റോഡിലേക്ക് പോയി. സോഫിയയുടെ അമ്മ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഇനി നിങ്ങൾ എന്നേതിനാ നിൽക്കുന്നേ? അത് ഞാൻ കള്ളും കുടിച്ചിട്ട് വന്ന് അവളെ പിന്നെയും തല്ലുന്നത് കാണാനോ? അവളെ ഞങ്ങളല്ലേ ഇവിടെ വിട്ടത്. ഞങ്ങളും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളവരാ. സന്ദീപ് അമർഷത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് വേണ്ടേ അവളെ തല്ലാൻ? നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ പോ. ഞങ്ങൾക്ക് സോഫിയെ കണ്ടിട്ട് വേണം പോകാൻ. അവളോട് പറയണ്ടേ? നിങ്ങളൊക്കെ എന്നാ മനുഷ്യരാ? ഇങ്ങനാണോ പെരുമാറുന്നേ? കിഷോർ ദേഷ്യം കൊണ്ടു. ആ സ്ത്രീ അസ്പഷ്ടമായി പിറുപിറുത്തുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോയി. സന്ദീപും കിഷോറും മുറ്റത്ത് ചുറ്റിപ്പറ്റി നിന്നു. സോഫിയെ വിളിക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല. ഡ്രൈവർ റോഡിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് സോഫിയ ഇറങ്ങി വന്നു. ഇനി എന്താ നിൽക്കുന്നേ? അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. നിങ്ങളുടെ കടമ തീർന്നില്ലേ? എന്നെ ഇവിടെ എത്തിച്ചില്ലേ? അവളുടെ ഒച്ച അടഞ്ഞിരുന്നു. കവിളത്തും കഴുത്തിലും അടിയുടെ പാടുകൾ കാണാമായിരുന്നു. ഇടത്തെ കൺപോളയും കൺതടവും നീര് പൊന്തിക്കിടന്നു. സോഫിയ, കിഷോർ സങ്കടത്തിൽ വിളിച്ചു. സാരമില്ല, പോയിക്കോ, താങ്ക്സ്. അവൾ അകത്തേക്ക് കയറിപ്പോയി. സന്ദീപും കിഷോറും വിഷണ്ണരായി മുറ്റത്ത് നിന്നു. സോഫിയയുടെ അമ്മ ഇറങ്ങി വന്നു. നിങ്ങൾ പോയില്ലേ? ഞങ്ങൾ അവളെ വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നിങ്ങൾ അവളെ തല്ലിച്ചതച്ചത് വളരെ മോശമായിപ്പോയി. ഞങ്ങളെ അപമാനിച്ചതുപോലെ അത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഇല്ലാത്ത കാശുണ്ടാക്കി അവളെ നേഴ്സിംഗ് പഠിപ്പിച്ചേ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടി. പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടാൻ എവിടെല്ലാം മുട്ടി നോക്കി. അതിയാൻ്റെ മൂത്ത പെങ്ങടെ മോള് ഒരു കന്യാസ്ത്രീയുണ്ട് മൂവാറ്റുപുഴയിൽ, സിസ്റ്റർ മെറ്റിൽഡ. അവരെന്തോരം പറഞ്ഞിട്ടാ പോണ്ടിച്ചേരിയിലെ ആശുപത്രിയിൽ അവൾക്കൊരു ജോലി കിട്ടിയത്. ഇളയതുങ്ങളുടെയൊക്കെ കണ്ണ് തെളിച്ച് വിടേണ്ടവളല്ലേ. അവളിങ്ങനെ ഒരു കാര്യവും ഇല്ലാണ്ട് ഉള്ള ജോലിയും കളഞ്ഞിട്ട് വന്ന ഏതപ്പനാണെങ്കിലും ഭ്രാന്തളകി പോകും. സോഫിയയുടെ അമ്മ നീണ്ട അവലാതി പോലെ അവരെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. അമ്മച്ചി, ഈ ജോലി എന്ന് പറയുന്ന സംഗതി പെണ്ണ് കിട്ടുന്ന പോലെയല്ലല്ലോ. ഒരെണ്ണം പോയാലും വേറൊരെണ്ണം കിട്ടും. പൂണ്ടിച്ചേരി മാത്രമല്ല ഹോസ്പിറ്റലിലുള്ളത്, ലോകത്തെമ്പാടുമുണ്ട്. കിഷോർ തർക്കിച്ചു. എനിക്കൊന്നും അറിയാൻ മേലേ. എന്നോടൊന്നും പറയേ വേണ്ട. സോഫിയയുടെ അമ്മ അകത്തേക്ക് തന്നെ പോയി. നമുക്ക് പോകാം, ഇനി നിൽക്കണ്ട, സന്ദീപ് പറഞ്ഞു. സോഫി, ഞങ്ങൾ പോകുക, കിഷോർ വീടിനുള്ളിലേക്ക് നോക്കി പറഞ്ഞു. ഇനിയും വരും ഞങ്ങൾ. നീ വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് സഹായത്തിന്. വീടിനുള്ളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. സന്ദീപും കിഷോറും ചെങ്കൽ പടികളിറങ്ങി റോഡിലെത്തി. ടാക്സി ഡ്രൈവർ കാർ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവർ ചെന്ന് കയറിയ ഉടൻ ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇനി എങ്ങോട്ടെന്ന മട്ടിൽ സന്ദീപിനെ നോക്കി. എറണാകുളത്തേക്ക് വിട്ടോ? സന്ദീപ് പറഞ്ഞു. യാത്രയിലുടനീളം കിഷോർ മൗനമായിരുന്നു. സന്ദീപ് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കിഷോർ അത് തുടരാൻ താല്പര്യപ്പെട്ടില്ല. നിനക്കെന്താ മിണ്ടാട്ടമില്ലാതായി പോയത്? സന്ദീപ് ചോദിച്ചു. കിഷോറിന് മറുപടി പറയാൻ പോലും തോന്നിയില്ല. അവൻ്റെ മനസ്സിൽ സോഫിയുടെ ദാരിദ്ര്യ ലക്ഷണങ്ങളുള്ള വീടും അവളുടെ ദേഹത്ത് വീണ അടിയുടെ ഒച്ചയുമായിരുന്നു. നീ ഒരു സ്വപ്നലോകത്തായിരുന്നു കിച്ചു. ഞാൻ പറഞ്ഞതൊന്നും നീ ഗൗനിച്ചില്ല. സോഫിയ കുടുംബ പ്രാരാബ്ധങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അത് നീ അവഗണിച്ചു. ഇപ്പോൾ നിന്റെ സ്വപ്നം മുഴുവൻ തകർന്നു പോയില്ലേ? അവളുടെ നിസ്സഹായത എന്തുമാത്രമാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി, കിഷോർ പിറുപിറുത്തു. സന്ദീപ് പറഞ്ഞത് സത്യമായിരുന്നു. താനൊരു സ്വപ്നലോകത്തായിരുന്നെന്ന് കിഷോറിന് ബോധ്യപ്പെട്ടു. സോഫിയെ കണ്ടതു മുതൽ, അവളോട് പ്രണയം അങ്കുരിച്ചതു മുതൽ വർണ്ണശബളമായ ഒരു ലോകത്തായിരുന്നു അവൻ. അതിലേക്ക് അവൻ അവളെയും കൈപിടിച്ചുകൊണ്ട് നടന്നു. എന്തൊരു സന്ത്രാസം, എന്തൊരു ആനന്ദം, എന്തൊരു പ്രണയലഹരി! എല്ലാം നീർക്കുമിള പോലെ ഉടഞ്ഞു. അടി കിട്ടുമ്പോഴൊന്നും അവൾ കരഞ്ഞില്ല, അടിക്കരുതേ എന്ന് യാചിച്ചില്ല. അവളുടെ ശബ്ദമേ കേട്ടില്ല. കിഷോറിൻ്റെ കണ്ണിൽ നനവൂറി. അത് കർപ്പൂരം പോലെ തണുത്തു. ഇതെവിടെ നിന്ന് വന്നു? അവൻ ആശ്ചര്യപ്പെട്ടു.
മുൻ സീറ്റിലിരുന്ന് സന്ദീപ് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലുമ്മയാണ് മറുവശത്ത് എന്ന് മനസ്സിലായി. കിഷോറിന് അവനോട് അസൂയയും ദേഷ്യവും തോന്നി. അല്ലി, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഓൺ ദ വേ. സോഫിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. എന്തായാലും തൽക്കാലം പോണ്ടിച്ചേരി ദൗത്യം കഴിഞ്ഞു. കിച്ചു കൂടെയുണ്ട്. അവൻ അല്പം സങ്കടത്തിലാണ്. ബാക്കിയെല്ലാം നേരിട്ട് പറയാം. അത്രയും പറഞ്ഞ് സന്ദീപ് കോൾ കട്ട് ചെയ്തു. കിഷോർ സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. കൺപോളുകൾക്കുള്ളിലെ ഇരുട്ടിൽ സിമന്റ് പൂശിയ തിണ്ണയുള്ള ഓടിട്ട വീട്, പഴക്കം ചെന്ന വാതിലിനപ്പുറം ഇരുട്ട് തിങ്ങിയ മുറി, അതിനുള്ളിൽ എവിടെയോ ഒറ്റപ്പെട്ട സോഫിയ. അവൻ്റെ കണ്ണിലേക്ക് വീണ്ടും നനവൂറി വന്നു. അടുത്ത ഭാഗം നാളെ.